ഹലോ, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പുറത്തിറങ്ങി കപ്പങ്ങയൊക്കെ പറിക്കണം, വീഡിയോ എടുക്കണം, പിന്നെന്താ ചീര പറിക്കണതൊക്കെ എടുക്കണം. ചീര ഇവിടെ ഇല്ല കേട്ടോ, ചീര നടാനായിട്ട് ഞാൻ ഇവിടെ താമസം തുടങ്ങിയിട്ട് ഒരു 3-4 മാസമായുള്ളൂ. ഇവിടെ പറമ്പൊക്കെ ഉണ്ട് കേട്ടോ നടാനായിട്ട്, പക്ഷെ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. ഇപ്പം ലീവാണ്, എന്നാലും ഈ കാട് പിടിച്ചിടക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ട്. പയറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടണമെന്നൊക്കെ ഉണ്ട് കേട്ടോ, നടണം. പിന്നെ അതുപോലെ കപ്പങ്ങ പറിക്കണം. കപ്പങ്ങ എൻ്റെ വീട്ടിലല്ല കേട്ടോ, ഞാൻ താമസിക്കുന്ന വീട്ടിലല്ല, തൊട്ടടുത്ത വീട്ടിലാണുള്ളത്. അപ്പോൾ ഞാൻ 2 ദിവസം മുമ്പ് കപ്പങ്ങ കുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒരെണ്ണമുണ്ട്. അപ്പോൾ അത് ഇന്ന് എന്താണെങ്കിലും കപ്പങ്ങ കറി വെക്കും ഉച്ചയ്ക്ക്. അപ്പോൾ ഇത് ഇവിടെ നല്ല മഴയാണ് കേട്ടോ, ഇപ്പം ഒന്ന് തോർന്നിട്ടുണ്ട്. മോളും കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ വീട്ടിൽ. അപ്പോൾ അത് കുഞ്ഞിതൊക്കെ തിരിക്കാണ്. പിന്നെ ഇത് പീലിമോളുണ്ട്, ഞാൻ പുറത്തിറങ്ങിയപ്പോൾ അവളും ഇറങ്ങി കേട്ടോ. ഇത് വീടിൻ്റെ ഫ്രണ്ട് വശമാണ് കേട്ടോ. അവിടെ കുറച്ച് ചെടികളുണ്ട്, റോസ്, മുല്ല, ജർബറ അങ്ങനെയൊക്കെ ഉള്ളത്. പിന്നെ എന്ത് പുറകിൽ ഇത് വീടിൻ്റെ തെക്ക് വശമാണ് കേട്ടോ. തെക്ക് വശത്ത് കുറേ സ്ഥലമുണ്ട് കേട്ടോ, പക്ഷെ അവിടെ കാട് പിടിച്ചിടക്കുവാണ്. പിന്നെ ഇത് വേപ്പ് മരങ്ങൾ ഒരു 3 എണ്ണം ഉണ്ട്. പിന്നെ സീതപ്പഴത്തിൻ്റെ മരമുണ്ട്. പിന്നെ മാവുണ്ട്. പിന്നെ കണ്ടിച്ചേമ്പ് കുറച്ച് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ആദ്യം താമസിച്ചവരാണോ ഹൗസ് ഓണർ നട്ടതാണോ എന്നറിയില്ല കേട്ടോ. പിന്നെ ഇവിടെ ഒരു വിറക് ഇടുന്ന വിറക് വരില്ലേ, അതുണ്ടായിരുന്നു, അത് പൊളിച്ച് കളഞ്ഞു കേട്ടോ അവർ. അപ്പോൾ ഇത് ഈ കാടൊക്കെ വെട്ടിയിട്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ട്, എനിക്ക് ചെയ്യണം. അപ്പോൾ ഞാൻ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഗോതമ്പ് പൊറോട്ടയും മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കാനായിട്ട്. പൊറോട്ട ആവുമോ എന്താവോ എന്നറിയില്ല കേട്ടോ. അപ്പോൾ ആ മാവ് കുഴക്കാൻ പോയപ്പോഴേക്കും കുറച്ച് ഓറഞ്ച് അഖിലിൻ്റെ അച്ഛൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ജ്യൂസ് അടിക്കുവാണേ. അപ്പോൾ ഞാനേ നാളത്തേക്ക് ഗോതമ്പ് പൊറോട്ട ഉണ്ടാക്കാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ മെയിനായിട്ടുള്ളത് ഇവിടെ ഉള്ള ഈ ഒരു ആട്ടയാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്, അംഗനവാടിയിൽ നിന്ന് കിട്ടുന്ന ആട്ടേനെ. അപ്പോൾ സക്സസ് ആവണമെങ്കിൽ മാത്രം വീഡിയോ അപ്ലോഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് തന്നെ കുഴച്ച് വെക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതേ ആട്ടയൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറിലിട്ടാണ് കേട്ടോ ഞാൻ മാവ് കുഴക്കാൻ പോകുന്നത്. അപ്പോൾ അരിച്ചെടുത്ത ആട്ടയിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. എന്നുവെച്ചാൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമ്മൾ പാകം നോക്കി വേണം കേട്ടോ വെള്ളം ഒഴിക്കാനായിട്ട്. വെള്ളം അധികമായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് പരത്തിയെടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. ഞാനൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കി അളവിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇങ്ങനെ തന്നെ കുഴക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനത്തെ മിക്സിയുടെ ജാറിലേക്ക് പൊടി ഇട്ടിട്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കറക്കിയെടുക്കുകയാണ് കേട്ടോ. ഈ സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തി മാവ് ഇങ്ങനെ കുഴക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ ഇതേ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ മാവ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കൈ കൊണ്ട് ഒന്നും കൂടി മയപ്പെടുത്തിയതിന് ശേഷം അടച്ച് വെക്കുവാണ്. ഇനി നാളെ രാവിലെ എടുക്കുള്ളൂ കേട്ടോ. അങ്ങനത്തെ ഇന്നലെ രാത്രി കുഴച്ച് വെച്ച മാവ് ഇന്നിപ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ കേട്ടോ. ഇന്നലെ എടുത്ത് ഓറഞ്ചിൻ്റെ തൊണ്ടൊന്നും കൊണ്ട് കളയാൻ പറ്റിയില്ല, രാത്രി ആയതുകൊണ്ട്. അപ്പോൾ ഇത് മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പരത്തി പൊറോട്ടയൊക്കെ എടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി
കൈ കൊണ്ട് ഒന്ന് മയപ്പെടുത്തി എടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. പൊടിയിട്ടല്ല ഞാൻ പരത്താൻ പോകുന്നത്, വെളിച്ചെണ്ണ പറ്റിയിട്ടാണ് കേട്ടോ. അങ്ങനെ മാവ് ഇതേ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ദൈവമേ, എൻ്റെ പരീക്ഷണം ഫലിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ എൻ്റെ മോൻ എന്നെ തല്ലിക്കൊല്ലും. ഇല്ല കേട്ടോ, അവനെന്നെ കളിയാക്കും, അത്രേ ഉള്ളൂ. ആദ്യം തന്നെ കറി ഉണ്ടാക്കട്ടെ കേട്ടോ. അതിനായിട്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് മഞ്ഞൾപ്പൊടിയും പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഇടാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ദേ പൊറോട്ട ട്രൈ ചെയ്യാൻ പോവുകയാണ് കേട്ടോ. നമ്മുടെ ചപ്പാത്തി പലയിലേക്ക് നല്ലപോലെ വെളിച്ചെണ്ണ പുരട്ടി പരത്തുന്ന കുഴലിലും പുരട്ടി കൊടുത്തു കേട്ടോ. എന്നിട്ട് ഒരു ഉരുള, അതായത് നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഉരുള എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ പുരട്ടി പരത്തിയെടുക്കുവാണ്. ആദ്യമൊക്കെ പരത്തി വന്നപ്പോൾ കുഴപ്പമില്ലാതെ പോരുന്നുണ്ട്. പിന്നെ ഇത് ചുറ്റി പൊറോട്ട ചുറ്റുന്നത് പോലെ ചുറ്റിയെടുത്ത് ഒന്നുകൂടി പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പരത്തി വന്നപ്പോഴേക്കും ആ ചുറ്റലൊന്നും കാണാനില്ല കേട്ടോ. സാധാ ചപ്പാത്തി പോലെ ആയി പോവുകയാണ്. വെളിച്ചെണ്ണ പറ്റിയത് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. എന്താണെങ്കിലും സമയം പോയി. ഞാനപ്പോൾ അത് ചുട്ടെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതേ പൊറോട്ട പോയി ചപ്പാത്തി പൊറോട്ടയായിട്ടോ. അങ്ങനെ മുട്ടക്കറിയും കൂട്ടി മോന് കൊടുത്തു. അഖിലുണ്ടായിരുന്നു, അഖിലും മോളുണ്ട്, അപ്പോൾ അവർക്കും കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ രാവിലത്തെ ഫുഡ് ഇങ്ങനെയൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഏകദേശം പൊറോട്ടയാണെന്ന് പറഞ്ഞ് കൊടുത്തു. ആരും ഒന്നും പറഞ്ഞില്ല കേട്ടോ. ഇനി ഉച്ചത്തെ പരിപാടിയിലേക്ക് കടക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് മീൻകറിയൊന്നുമില്ല കേട്ടോ. ഞാൻ ഒരു കപ്പങ്ങ കുത്തിയത് 2 ദിവസം മുമ്പ് കുത്തിയെടുത്ത് വെച്ച കപ്പങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കപ്പങ്ങയും വൻപയറും ഇട്ട് കറി വെക്കാമെന്ന് വിചാരിക്കണേ. അപ്പോൾ ഞാനൊരു കുഞ്ഞ് കുക്കർ വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതിലേക്ക് പയർ ആദ്യം തന്നെ കഴുകിയിട്ട് കൊടുത്ത് വേവിക്കാൻ വെക്കുവാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ കപ്പങ്ങ അരിയാനുള്ള പുറപ്പാടാണ്. പക്ഷെ കപ്പങ്ങ മുറിച്ച് വന്നപ്പോഴേക്കും അത് പഴുത്ത് പോയി കേട്ടോ. 2 ദിവസമായി കുത്തി വെച്ചിട്ട്, അപ്പോൾ അത് പഴുത്ത് പോയി. പിന്നെ ഞങ്ങളത് ഞാനും പിള്ളേരും കൂടി കഴിച്ചു കേട്ടോ. അപ്പോൾ കപ്പങ്ങ പഴുത്ത് പോയിട്ടോ. ഞാൻ കപ്പങ്ങ പറിക്കാൻ പോവാണ്. അപ്പോൾ ഇത് എൻ്റെ സബ്സ്ക്രൈബറുടെ ആഗ്രഹപ്രകാരം ഞാൻ കപ്പങ്ങ കുത്തിയെടുത്തു. പഴുത്ത് പോയതുകൊണ്ടാണ് ഇന്ന് കപ്പങ്ങ എടുത്തത്, അല്ലെങ്കിൽ എടുക്കില്ലാന്ന്. പക്ഷെ രണ്ടാമത് പറിച്ചെന്ന് തോന്നുന്നത് അതും ചെനച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാനത് കറി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കപ്പങ്ങ വേഗം തന്നെ തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. ചെനച്ചത് കൊണ്ട് നേരിയതായിട്ട് മധുരം ഉണ്ടാവും, എന്നാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് തൊലിയൊക്കെ കളഞ്ഞിട്ട് കപ്പങ്ങ വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകി അരിയാൻ പോവുകയാണ്. നമ്മുടെ പയറവിടെ വെന്ത് റെഡി ആയിരിക്കുന്നുണ്ട് കേട്ടോ. കപ്പങ്ങ അരിഞ്ഞെടുത്തിട്ട് വെന്ത പയറിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് ഒരു പാകത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒരു 2 വിസിലെടുക്കുന്നുണ്ട് കേട്ടോ. പയർ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഒരു 5-6 വിസിലെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലപോലെ വെന്തിട്ടുണ്ട് കേട്ടോ പയർ. അതിലേക്ക് കപ്പങ്ങ ഇട്ട് കൊടുത്തിട്ട് 2 വിസിലെടുക്കാമെന്ന് വിചാരിച്ചു. പാകത്തിന് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനിന്ന് കപ്പങ്ങയും പയറും ഉള്ളി മുളകും ഇടിച്ച് നമ്മൾ ഒലത്തൂലേ, അതേപോലെ വെക്കാൻ പോവാണ് കേട്ടോ. പണ്ടൊക്കെ എൻ്റെ വീടിൻ്റെ അടുത്ത്, അതായത് എടച്ചിറ, അവിടെയൊക്കെ വൈകുന്നേരം ആകുമ്പോഴേക്കും ഉള്ളിയും മുളകും അമ്മിക്കല്ലിൽ
ചതച്ച് കറി വെക്കാനായിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ അമ്മിക്കല്ല് ഇട്ട് മുളക് ചതക്കുന്ന സൗണ്ട് കേൾക്കാട്ടോ. ഇപ്പോൾ ഞാനൊക്കെ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ചെയ്യാറുള്ളൂ. ഞാൻ ഉള്ളി അരിഞ്ഞെടുത്തിട്ടാണ് കേട്ടോ കറിയിലൊക്കെ ചേർക്കാറ്. ഞാനിപ്പോൾ ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇതേ ഉള്ളിയെല്ലാം ചതച്ച് കഴിഞ്ഞിട്ടോ ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് താളിച്ചു, നമ്മുടെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് ഒന്ന് മൂപ്പിച്ചിട്ടോ. എന്നിട്ട് കുറച്ച് മുളക് പൊടിയും ഇട്ട് മൂപ്പിച്ചതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പങ്ങയും വൻപയറും ഇട്ട് കൊടുത്ത് ഒന്ന് വറ്റിച്ച് കുറച്ച് ഗ്രേവി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതേ കപ്പങ്ങ വൻപയർ കറി റെഡിയായി. ഉച്ചയ്ക്ക് ഞങ്ങൾ അതും കൂട്ടി ഊണ് കഴിച്ചിട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.